الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في محكم التنزيل أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുന്ന സമയം കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവസാന കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയം ഈ ഉമ്മത്തിന് വരുന്ന അപജയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. അതിനോട് അനുബന്ധമായി തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഖുത്ബയിലെ അവസാന ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ ഗൗരവതരമായ ഒരു ഹദീസിന്റെ സുപ്രധാനമായ രണ്ട് വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ യസ്റബു നാസുൻ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവർ കുടിക്കും അൽ ഖംറ, അവർ കള്ള് കുടിക്കുന്നവരാകും. യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹ, അതിനെ അവർ കള്ള് എന്ന് പേര് പറയില്ല, അഥവാ കള്ള് എന്ന അല്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ കള്ളു കുടിക്കുന്നവരായി അവസാന കാലത്ത് മാറുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: കുല്ലു മുഖമ്മിരിൻ വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ. ബുദ്ധിയെ മൂടുന്ന അല്ലെങ്കിൽ മറക്കുന്ന എല്ലാം മദ്യമാണ്, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ അവർ കള്ളു കുടിക്കുന്നവരാണ്, അഥവാ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരാകും. അതിന് സമൂഹത്തിൽ യാതൊരു കുഴപ്പവും ഇല്ലാത്തൊരവസ്ഥ സംജാതമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സമൂഹത്തിൽ അത് നിഷിദ്ധമല്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. കള്ളുകുടി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സാധാരണ പരിചയമുള്ള, നമ്മൾ കണ്ടും കേട്ടും പരിചയിച്ചു വരുന്ന ഒന്നാണ്. ഷാപ്പിലൊക്കെ കയറിയിരുന്ന് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രദേശങ്ങളിൽ പോയിട്ട് ആ ദ്രാവകം വാങ്ങി അങ്ങനെ കുടിച്ച് മദ്യാസക്തി തലക്ക് പിടിച്ച് ലഹരി ബാധിച്ച് നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ചീത്ത വിളിച്ചിങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് ഇന്നലകളിൽ മദ്യപാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നതെങ്കിൽ, ഇന്ന് അതിന്റെ കാലം കഴിഞ്ഞു. ഇന്നത് വളരെ ചെറുതാണ്, വളരെ കുറവാണ്. അതേസമയത്ത് ഇന്ന് മഹാഭൂരിപക്ഷം ആളുകളും മദ്യം ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ദ്രാവക രൂപത്തിലുള്ളത് കുറവും ഖരരൂപത്തിലുള്ളത് ധാരാളം ഉപയോഗിക്കുന്നു. ധാരാളം വസ്തുക്കൾ ഇന്ന് സുലഭമായി ലഭിക്കുകയാണ്. അത് ഉപയോഗിക്കുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് ഉപയോഗിച്ചാൽ പോലും ആളുകൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അയാൾ മദ്യം കുടിച്ചിട്ടില്ല എന്ന നിലക്കാണ് ആളുകൾ പരിഗണിക്കുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം കുല്ലു മുഖമ്മിരിൻ, ഏത് ബുദ്ധിയെ ഭ്രമിപ്പിക്കുന്ന അഥവാ ലഹരി ബാധ ഉണ്ടാക്കുന്ന ഏത് വിഷയമുണ്ടോ അതെല്ലാം കള്ളിന്റെ ഗണത്തിലാണ്. ഖംർ എന്ന് പറഞ്ഞാൽ ഐ മാ ഖാമിറുൽ അഖ്ലാന, ബുദ്ധി ഭ്രമിപ്പിക്കുന്നത്, ബുദ്ധിക്ക് ലഹരി ഉണ്ടാക്കുന്നത് എന്ന അർത്ഥത്തിനാണ്. ഇന്ന് നമുക്കറിയാം, മുസ്ലിങ്ങളായ ആളുകൾ വിൽക്കുന്ന സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നവരുണ്ട് മുസ്ലിമീങ്ങളിൽ. ലഹരി പദാർത്ഥങ്ങൾ, പാൻ മസാലകൾ തുടങ്ങുന്ന സംഗതികളൊക്കെ വിൽക്കുന്ന ആളുകൾ മുസ്ലിമീങ്ങളിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു തെറ്റായി കാണുന്നില്ല ജനങ്ങൾ. അത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളും അത് തെറ്റായി ഗണിക്കുന്നില്ല. ഈ ഒരു രൂപത്തിലേക്ക് മദ്യത്തിന്റെ ഉപയോഗം വ്യാപകമായി തീരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞ ഹദീസിൽ ബൈന യദൈ സാഅ, ഖിയാമത്ത് അടുത്തു വരുമ്പോൾ അവിടെ പ്രത്യക്ഷമായി വരുന്ന, ധാരാളം വ്യാപകമായി വരുന്ന ഒന്നിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് അൽ ഖംർ, കള്ള്. ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം വ്യാപകമായി വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മളെ സാധാരണ യുവാക്കളൊക്കെ വാങ്ങി ചുണ്ടിന്റെ അടിയിൽ തിരികെ വെക്കുന്നതും നാവിന്റെ അടിയിൽ വെക്കുന്നതും അങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ, അതെല്ലാം ഈ പ്രയോഗങ്ങളിലാണ് വരിക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് ഇത് ചെയ്യുക. ഏതാണ് ഈ ഉമ്മത്ത് എന്നറിയോ? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. തീർച്ചയായും കള്ളും ചൂതും അങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങളെ ഖുർആൻ വിശദീകരിക്കുകയാണ്. ഈ വിഷയങ്ങൾ വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരിശുദ്ധ ഖുർആനിന്റെ അവസാന ഭാഗത്ത് ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഹൽ അൻതും മുന്തഹൂൻ, എന്തേ നിങ്ങൾ വിരമിക്കുന്നില്ലയോ? എന്തേ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാകാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലയോ എന്ന ചോദ്യം വന്നപ്പോ മദീനയിൽ കള്ള് കച്ചവടക്കാരായിരുന്ന മുസ്ലിമീങ്ങൾ, അഥവാ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് സമ്പൂർണമായി വിരോധിക്കപ്പെടാതിരുന്ന കാലത്ത് കള്ള് കച്ചവടം നടത്തിയിരുന്ന മുസ്ലിമീങ്ങൾ അവരുടെ കള്ള് ഷാപ്പിലുണ്ടായിരുന്ന മുഴുവൻ മദ്യങ്ങളും തച്ചു തകർത്ത് തരിപ്പണമാക്കി മദീനയുടെ തെരുവോരങ്ങളിലൂടെ മദ്യത്തിന്റെ പുഴയൊഴുകി വായിൽ കുടിച്ചുപോയ ആളുകൾ കൈയിട്ട് ഛർദിച്ചു. അങ്ങനെ ഇതിനോട് സമ്പൂർണമായി എതിര് പ്രഖ്യാപിച്ച മുസ്ലിംകൾ ആ മുസ്ലിം സമൂഹത്തിന്റെ
പിൽഗാമികളായ മുസ്ലിമീങ്ങൾ. ആ ഉമ്മത്തിനെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവർ മദ്യം ഉപയോഗിക്കുന്നവരായി തീരും, ബുദ്ധിക്ക് ലഹരി ഉണ്ടാക്കുന്ന സാധനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നവരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതോടൊപ്പമുള്ള മറ്റൊന്നാണ്, ഇതിനോട് ചേർന്ന് വരുന്നതാണ് അൽ മആസിഫ്. മആസിഫ് എന്ന് പറഞ്ഞാൽ വാദ്യോപകരണങ്ങളാണ്, സംഗീത ഉപകരണങ്ങളാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് തെറ്റല്ല. മതവിഷയത്തിനും മതമല്ലാത്തതിനും എല്ലാ കാര്യങ്ങൾക്കും സജീവമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വാദ്യോപകരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വാചകമുണ്ട്, ഈ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ശിക്ഷ കടന്നു വരാനുണ്ട്. ഈ ഉമ്മത്തിൽ കോലം മറിക്കലുണ്ടാകും, ഈ ഉമ്മത്തിൽ ആകാശത്തുനിന്ന് ചരൽമാരി വർഷിക്കലുണ്ടാകും, ഈ ഉമ്മത്തിൽ ഭൂമി വിഴുങ്ങലുണ്ടാകും. എപ്പോഴാണെന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലഹറത്തിൽ മആസിഫ്, ഇദാ ലഹറത്തിൽ മആസിഫ്, വാദ്യോപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ വ്യാപകമായാൽ, വൽഖൈനാത്ത്, നർത്തകികളായ സ്ത്രീകൾ വ്യാപകമായാൽ, വസ്തുഹില്ലത്തിൽ ഖംർ, കള്ള ഉപയോഗിക്കൽ അനുവദനീയമായി, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നത് അനുവദനീയമാകുന്നൊരു കാലഘട്ടം വന്നാൽ ഈ ഉമ്മത്തിന് വരാനിരിക്കുന്ന അപജയത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുക എന്നത് എല്ലാം നിഷിദ്ധമാണോ? ആർക്കും ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. എല്ലാരും അതിന് അനുവദിച്ചു കൊടുക്കുന്ന തിരക്കില. അതിൽ പണ്ഡിതന്മാരെന്നോ പാമരന്മാരെന്നോ വ്യത്യാസമില്ല, അതിൽ ഉമറാക്കളെന്നോ ഉലമാക്കളെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും അത് അനുവദനീയമായി കിട്ടണം. അതിന് എന്തൊക്കെ ന്യായീകരണങ്ങളാ ഓരോരുത്തർ പറയുന്നത്, എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാണ് അത് ഒപ്പിക്കാൻ ശ്രമിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന ഈ വാചകം വളരെ ഗൗരവതരമായി ഞാനും നിങ്ങളും പഠിക്കേണ്ടതാണ്. ഇന്ന് മ്യൂസിക് ഇല്ലാത്ത ഒരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലാണ്. ഏതിലും മ്യൂസിക് ഇടണില്ലെങ്കിൽ കേൾക്കാൻ സുഖമില്ലെന്നാ പറയാ. പരിശുദ്ധ ഖുർആൻ പോലും മ്യൂസിക് ഇട്ട് കൊടുത്താൽ വലിയ ഇഷ്ടമായിരിക്കും ആളുകൾ. ഖുർആൻ വരെ മ്യൂസിക്കിന്റെ അകമ്പടിയോടെ മാത്രം കാണുന്ന ഒരു കാലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് എന്ന് പറഞ്ഞുകൊണ്ട് മിലാദാഘോഷങ്ങളിൽ ഇൻസ്ട്രുമെന്റ്സുകളുടെ വല്ലാത്ത ഉപയോഗം, മറ്റു കാര്യങ്ങൾക്കും അതുപോലെ പാട്ടും കൂത്തുമായി കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടമാണ് ഈ ഉമ്മത്തിൽ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവതരമായി പറഞ്ഞതാ, ഈ ഉമ്മത്തിന് കോലം മറിക്കലുണ്ടാകും, ഈ ഉമ്മത്തിൽ ഭൂമി വിഴുങ്ങലുണ്ടാകും, ഈ ഉമ്മത്തിൽ ആകാശത്തുനിന്ന് ചരൽമാരി വർഷിക്കപ്പെടുന്ന ഒരു ഘട്ടം വരും. അതെപ്പോഴാണ്? ഈ പറയപ്പെടുന്ന സംഗതികളൊക്കെ കടന്നു വരുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, റിയാലിറ്റി ഷോയുടെ കാലഘട്ടം കൂടിയാ. അവിടെ മുസ്ലിം മാപ്പിളമാർക്ക് പ്രത്യേകം ഒരിടം തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി മുസ്ലിം മാധ്യമങ്ങൾ, മുസ്ലിമീങ്ങൾ നടത്തപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങൾ വല്ലാതെ രംഗത്ത് വരികയാണ്. അവിടെ ഈ ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും വലിയ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം തകർത്താടുകയാണ്. ഈ പാട്ടും ബഹളവും ഒക്കെയായി ഈ ഉമ്മത്തിന്റെ അപജയം ഇതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പള്ളിയിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ മൊബൈലുകളിൽ സംഗീതമില്ല എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ അങ്ങനെ കേൾക്കുന്ന ആളല്ല എന്ന് പറയാൻ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, ഞാനതിന് അഡിക്റ്റ് അല്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? രാത്രി കിടക്കുന്ന സന്ദർഭത്തിൽ വരെ, മരണത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഈ ഉറക്കത്തിൽ വരെ ചെവിയിൽ അതാ ഇയർഫോൺ വെച്ച് പാട്ട് കേട്ട് കിടന്നുറങ്ങുന്ന ആധുനിക ജനറേഷനാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര കൃത്യമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു, യകൂനു ഫീ ആഖിറിൽ ഉമ്മ, ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകും ഖസ്ഫുൻ വമസ്ഖുൻ വഖദ്ഫുൻ, കോലം മറിക്കലുണ്ടാകും, ആകാശത്തുനിന്ന് ചരൽമാരി വർഷിക്കലുണ്ടാകും, ഭൂമി വിഴുങ്ങലുണ്ടാകും. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ഖുൽതു യാ റസൂലല്ലാഹ് നഹ്ലികു വഫീന സ്വാലിഹൂൻ, നബിയെ, ഞങ്ങൾ നശിപ്പിക്കപ്പെടുകയോ ഞങ്ങളെ കൂട്ടത്തിൽ സ്വാലിഹികളായ ആളുകൾ ഉള്ളപ്പോൾ തന്നെ, ഞങ്ങളെ കൂട്ടത്തിൽ സ്വാത്വികരായ ആളുകൾ ഉള്ളപ്പോൾ തന്നെ നബിയെ, ഞങ്ങൾ നശിപ്പിക്കപ്പെടുകയോ? റസൂലുള്ളാഹി പറഞ്ഞു, നാം, അതേ, സ്വാലിഹികൾ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ നശിപ്പിക്കപ്പെടും. എപ്പോ? ഇദാ ലഹറൽ ഖുബുദു, ഇദാ ലഹറൽ ഖുബുദ്, അതേ, പ്രവാചകന്റെ പ്രയോഗം, നീചവൃത്തികൾ വ്യാപിച്ചാൽ, പാട്ടും നൃത്തവും കള്ളുകുടിയും തോന്നിവാസങ്ങളും വ്യാപകമായി ഈ ഉമ്മത്തിൽ വന്നാൽ, നിങ്ങളെ കൂട്ടത്തിൽ നല്ലവരായ ആളുകൾ ഉണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് ശിക്ഷ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. മൊബൈലിന്റെ റിംഗ് ടൂൺ പോലും പാട്ടിട്ടില്ലെങ്കിൽ സുഖം വരാത്ത ആളുകളാണ് ഇന്ന് മുസ്ലിമീങ്ങൾ. പള്ളിന്റെ ഉള്ളിൽ വരെ ഇമാമ് ജമാഅത്ത് നമസ്കാരത്തിന് കൈകെട്ടി പിന്നി നിൽക്കുന്ന മൗമൂകൾ പള്ളിയിൽ എത്ര നിർദ്ദേശം കൊടുത്താലും ശരി, മൊബൈൽ ഓഫ് ചെയ്യൂല, മൊബൈൽ സൈലന്റ് ആക്കൂല. നിസ്കാരത്തിനിടക്ക് കേൾക്കാം പാട്ടിങ്ങനെ പാടുന്നു, അല്ലെങ്കിൽ ആ താളത്തിലുള്ള മ്യൂസിക്കുകൾ അടിക്കുന്നു. എന്നിട്ടോ തപ്പിത്തടയല, കൈ പോക്കറ്റിലിരുന്ന് അവിടെ വിടുന്ന് ഒന്ന് ഓഫ് ചെയ്യാൻ. എന്തൊരു നാണക്കേടാണ് പ്രിയപ്പെട്ട സഹോദര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വലിയ ഒരു നാശം ഈ ഉമ്മത്തിന് വല്ലാതെ വ്യാപിച്ചിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും പഠിച്ചു വെക്കണം. ഒരു നിമിഷം എന്തേ ഒന്നൊന്ന് മാറ്റിവെച്ചാൽ, എന്തേ ഒന്ന് ഒഴിവാക്കിയാൽ ജീവിതത്തിൽ എന്ത് നഷ്ടമാണ് നമുക്ക് വരുന്നതെന്ന് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ? ഖിയാമത്തിന്റെ അടയാളങ്ങളൊക്കെ എണ്ണിയപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വതൽഹറ സിയാബുൻ തൽബസുഹാ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്. സുബ്ഹാനല്ലാഹ്. ഈ ഹദീസ് ഇങ്ങനെ വായിക്കുമ്പോൾ അറിയാതെ ഞാൻ ഓർത്തുപോയി, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം മെജോറിറ്റി പ്രദേശങ്ങളിലെ എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഏറ്റവും കൂടുതൽ ഷീപ്പ് മാർക്കറ്റുകളാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ വസ്ത്രം വിൽക്കുന്ന സ്ഥാപനങ്ങളാ കൂടുതൽ. ആ വസ്ത്രത്തിന്റെ സ്ഥിതി എന്താ? റസൂലുള്ളാഹിന്റെ പ്രയോഗം നോക്ക്. തൽഹറു, പ്രവാചകൻ പറയാ, സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം വ്യാപകമാകുന്ന കാലം. ആ വസ്ത്രത്തിന്റെ പ്രത്യേകത കൂടി റസൂലുള്ളാഹി പറഞ്ഞു, അണ്ടർലൈൻ ചെയ്തോളൂ. കാസിയാത്തുൻ ആരിയാത്തുൻ, വസ്ത്രം ധരിച്ച നഗ്നകളായി തീരുന്ന സ്ത്രീകൾ, അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം നേരാമണ്ണം ശരീരം മറയുന്ന, നേരാമണ്ണം ശരീരത്തിന്റെ ആ നിമ്നോന്നതികൾ മറയുന്ന രൂപത്തിലുള്ള ഒരു വസ്ത്രം ഈ കടകൾ എവിടെയെങ്കിലും വിൽക്കാൻ കിട്ടുമോ? നിങ്ങൾ ചിന്തിച്ചു. പർദ്ദക്കട കിട്ടുമോ? പർദ്ദ വിൽക്കുന്ന കടയുണ്ടല്ലോ, കറുത്ത ഗൗണ് വിൽക്കുന്ന കട, ആ കടയിൽ കിട്ടോ? ഒരു പെണ്ണിന്റെ ശരീരം, ഒന്നെങ്കിൽ അവളുടെ ശരീരത്തിന്റെ നിറം, അല്ലെങ്കിൽ അവളുടെ ശരീരത്തിന്റെ ആ ഭാഗങ്ങൾ പുറത്തു കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള വസ്ത്രം വെക്കുന്ന എത്ര വസ്ത്രാലയങ്ങളുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത്. ഈ ഉമ്മത്തിന് വരാനിരിക്കുന്ന അപജയം റസൂലുള്ളാഹി പറയാൻ, വസ്ത്രം വ്യാപാരം കൂടും. ഏത് വസ്ത്രം? കാസിയാത്തുൻ ആരിയത്തായ വസ്ത്രം വസ്ത്രം ധരിച്ചു, പക്ഷെ നഗ്നകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, പ്രവാചകൻ പറയുന്നു, സയകൂനു ഫീ ആഖിരി ഉമ്മത്തി റിജാലുൻ യർകബൂന അലസ്സുറൂജി കഅസ്ബാഹിർ റിഹാൽ. എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ചില പുരുഷന്മാർ, ആ പുരുഷന്മാർ അവർ സഞ്ചരിക്കുന്ന വാഹനം എങ്ങനത്താന്നറിയോ? അലസ്സുറൂജി കഅസ്ബാഹിർ റിഹാൽ, മൃദുലവും ലോലവുമായ ജീനുകൾ, അഥവാ വാഹനത്തിന്റെ നല്ല പശർമ്മയുള്ള ജാതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, നല്ല മിനുസമുള്ള ലോലമായ സീറ്റുകളുള്ള വാഹനത്തിൽ അവർ സഞ്ചരിക്കും. എന്നിട്ട് യൻസിലൂന അബ്വാബിൽ മസ്ജിദ്, പള്ളിയുടെ വാതിൽക്കൽ വന്നവരിറങ്ങും, പള്ളിയുടെ വാതിലുകളിൽ വന്നവരിറങ്ങും. പക്ഷെ കൂടെ വന്ന പെണ്ണേതാന്നറിയോ? അവരെ കൂടെ കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ ആരാന്നറിയോ? നിസാഉഹും കാസിയാത്തുൻ ആരിയാത്തുൻ
അലാ റൂസിഹിം കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്. റസൂലുള്ളാഹി പറയാണ്, അവരുടെ കൂട്ടത്തിലെ പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ച നഗ്നകളാണ്. അലാ റൂസിഹിം കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്, മെലിഞ്ഞ ഒട്ടകത്തിന്റെ പൂഞ്ഞിലുകൾ പോലെയുള്ളത് അവരുടെ തലയിലുണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇൽഅനൂഹുന്ന, ആ പെണ്ണുങ്ങളെ നിങ്ങൾ ശപിക്കണേ. ഫഇന്നഹുന്ന മൽഊനാത്, ആ പെണ്ണുങ്ങൾ ശാപകോപത്തിന് ഇരയായവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികളിൽ വന്നിറങ്ങുന്ന പുരുഷന്മാർ, എന്തൊരു വർത്തമാനമാണ് റസൂലുള്ളാഹി പറഞ്ഞല്ലേ. ഈ കാലഘട്ടത്തിന്റെ അപ്പോസ്തലർക്ക് എത്ര കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്. നല്ല മിനുസമുള്ള ലോലമായ സീറ്റുകളിൽ, ആ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന അഥവാ സാമ്പത്തികത്തിന്റെ മടിത്തട്ടിൽ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് പള്ളിയുടെ വാതിക്കൽ വന്നിറങ്ങും. പക്ഷെ അവർ പെണ്ണുങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ സ്ഥിതി ഇതാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞത്, ശപിച്ചോളൂ, അവരെ കണ്ടാൽ ലഅനത്ത് ചെയ്തോളൂ, കണ്ടാൽ ലഅനത്ത് ചെയ്തോ. ഫഇന്നഹുന്ന മൽഊനാത്, അവർ ലഅനത്ത് ചെയ്യപ്പെടുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. ഈ കോട്ടക്കലങ്ങാടിയിലൂടെ ലഅനത്ത് ചെയ്യാതെ നടക്കാൻ പറ്റുമോ നമുക്ക്? ഈ കോട്ടക്കലങ്ങാടിയിലൂടെ ലഅനത്ത് പറയാതെ നടക്കാൻ പറ്റുമോ? ആലോചിച്ചോക്ക് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, നമ്മുടെ ഭാര്യമാരും നമ്മുടെ മക്കളും നമ്മുടെ ഉമ്മമാരും ഒക്കെ ധരിക്കുന്ന വസ്ത്രം ഈ റസൂലുള്ളാഹി പറഞ്ഞ ലഅനത്ത് ചെയ്യപ്പെടുന്ന വസ്ത്രമാണോ? പകലന്തിയോളം നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പത്തൊന്ന് വാങ്ങിക്കൊടുത്ത് അല്ലാഹുവിന്റെ ശിട്ടികളിൽ നിന്ന് ലഅനത്ത് വാങ്ങാനുള്ള വസ്ത്രമാണോ? ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദര. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാൻ, ഈ ഉമ്മത്തിനെ കുറിച്ചാ പറഞ്ഞത്. ഈ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിന്റെ, ആ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അപജയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്റെ മുന്നിലിരിക്കുന്ന മുസ്ലിം സഹോദരന്മാരുമായി ബന്ധപ്പെട്ടവരായിരിക്കുമല്ലോ ഇവിടൊക്കെ ധാരാളം ഷീ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ലേഡീസ് സാധനങ്ങൾ വിൽക്കുന്ന കടകളുള്ളത്. ഒന്ന് പറയൂ പ്രിയപ്പെട്ടവരെ, ഒന്ന് പറ, ലഅനത്തിന് അർഹമല്ലാത്ത ഏത് വസ്ത്രമാണ് നിങ്ങൾ വിൽക്കുന്നത്? ഈ ഉമ്മത്തിലെ പെണ്ണുങ്ങൾക്ക് ലഅനത്ത് കിട്ടാത്ത ഏത് വസ്ത്രമാണ് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നത്? ആലോചിച്ചു. ഇത് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതാ റസൂലുള്ളാഹി പറഞ്ഞു, സിൻഫാനു മിൻ ഉമ്മതി ലം അറഹുമാ ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹാ നാസ് വനിസാഉൻ കാസിയാത്തുൻ അരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്ത്. റസൂലുള്ളാഹിന്റെ പ്രയോഗമാണ്. ഒരു ഭാഗം സ്ത്രീകൾ, അവരെ ഞാൻ കണ്ടിട്ടില്ല. ആ സ്ത്രീകൾ വസ്ത്രം ധരിച്ച നഗ്നകളാണ്. അവർ ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്നവരാണ്. അവരുടെ തലയിൽ ഒട്ടകത്തിന്റെ പൂഞ്ഞില് പോലെ എന്തോ, അതാണ് ഇപ്പോഴത്തെ സ്റ്റൈല്, പൊക്കി വെച്ച് കിട്ടാ. ഒരു മുടിയൊക്കെ പ്രത്യേക രൂപത്തിലാക്കിയിട്ട് ഈ സാധനം കറുത്ത ഗൗണിന്റെ കൂടെ ചുറ്റണ സാധനം ഉണ്ടല്ലോ, അതുവരെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള കെട്ട്. എന്നിട്ടോ റസൂലുള്ളാഹി പറഞ്ഞില്ല, യദ്ഖുലുൽ ജന്ന, അപ്പെണ്ണുങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. നമ്മളെ ഉമ്മ, നമ്മളെ സഹോദരി, നമ്മളെ ഭാര്യ, റസൂലുള്ളാഹി പറയാണ്, ലാ യദ്ഖുലുൽ ജന്ന, ആ പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദിന റീഹഹാ, സ്വർഗത്തിന്റെ സുഗന്ധം പോലും അവർക്ക് നിഷിദ്ധമാണ് കേട്ടോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അത് നമ്മുടെ ഉമ്മ ആയിക്കൂടാ, അത് നമ്മുടെ ഭാര്യമാരായിക്കൂടാ, അത് നമ്മളെ പെൺകുട്ടികളായിക്കൂടാ. ഇതൊക്കെ റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകിയത് നമ്മളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാ. ചില ആളുകളൊക്കെ പറയും, ഖിയാമത്തിൽ അങ്ങനെ ഉണ്ടാവുന്ന റസൂലുള്ളാഹി നടക്കട്ടെ. അല്ല, ഞാനതിന്റെ ആളാവരുത്, ഞാനതിൽ ഉൾപ്പെട്ടു പോകരുത്. ഈ ലഅനത്ത് ചെയ്യപ്പെടുന്ന, സ്വർഗം നിഷിദ്ധമാക്കപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാനായിക്കൂടാ എന്നെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ ഉമ്മത്തിന്റെ നാശം നിങ്ങൾ ആലോചിച്ചൊക്കെ ശരിയെന്നല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അയ്യുഹൽ ഇഖ്വാനി തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിലെ
അവസ്ഥകളുടെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതൊക്കെ നമ്മളെ കുറിച്ചാണ് പറഞ്ഞെന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുഅ്മിനീങ്ങൾ തമ്മിൽ സ്നേഹം വർദ്ധിക്കുവാൻ, ഈമാൻ വർദ്ധിക്കുവാനൊക്കെ കാര്യമായി റസൂൽ പഠിപ്പിച്ചാണ് അസ്സലാമു അലൈക്കും, സലാം പറയുക എന്ന്. സലാം പറയുക എന്നത് എല്ലാവർക്കും സലാം പറയണം. നിങ്ങൾക്ക് അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം. എന്നാ ഈ ഉമ്മത്തിന്റെ അവസാനത്തുമ്പോൾ എങ്ങനാകുന്ന റസൂൽ പറഞ്ഞെന്താ അറിയോ? റസൂൽ പറയാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്ന മിൻ അശ്റാത്തി സാഅ, ഖിയാമത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് അൻ യുസല്ലിമ അർ-റജുലു അല അർ-റജുലി ലാ യുസല്ലിമു അലൈഹി ഇല്ലാ ലിൽ മഅരിഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഉമ്മത്തിൽ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറയാണ്, ഒരാൾ മറ്റൊരാൾക്ക് സലാം പറയുന്നത് പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായി മാറും. പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായി മാറും. മാത്ര റസൂൽ പറഞ്ഞ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇന്ന ബൈന യദൈ സാഅ തസ്ലീമൽ ഖാസ്സ, സലാമിനും പ്രത്യേകത വരുന്ന കാലം. കണ്ടില്ലേ, നമ്മളിന്ന് കാണണത് മുസ്ലിമീങ്ങളാ, അഹമ്മദും മുഹമ്മദും പോക്കരും മുഹമ്മദും ഒക്കെ തന്നെയാ. പക്ഷെ കണ്ടാ സലാം പറയൂല. എന്തേ? അവൻ മറ്റേ ഗ്രൂപ്പിന്റെ ആളാ, ഓൻ ആ സംഘടനക്കാരനാ, അവൻ ഇതിന്റെ ആളാ, അതുകൊണ്ട് ഞമ്മക്ക് സലാമില്ല. ഓൻ അങ്ങോട്ടും ഇല്ല, ഇവൻ ഇങ്ങോട്ടും. മറ്റേ അസ്സലാമു അലൈക്കും, എന്തേ? നമ്മളെ ഗ്രൂപ്പുകാരനാ, നമ്മളെ സംഘടനക്കാരൻ. അസ്സലാമു അലൈക്കും, എന്തൊരു സലാം. മറ്റവനോ ഓൻ തിരിച്ചു പോകുന്ന സ്വഭാവം. പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാര് ചിന്തിച്ചു. റസൂൽ പറയാണ്, ഖിയാമത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് തസ്ലീമൽ ഖാസ്സ, സലാം പ്രത്യേകമാക്കപ്പെടുന്ന കാലം. കണ്ടാൽ സലാം പറയുന്നത് പോലും പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒരാൾ വന്ന് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞല്ലെങ്കിൽ അങ്ങോട്ട് സലാം പറഞ്ഞ് വർത്താനം പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇവൻ മറ്റേതാണല്ലോ, എന്റെ സലാം വെറുതെ ആയോ എന്നൊരു തോന്നൽ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതിന്റെ ആളുകൾ? അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും. എന്താണെന്നറിയുമോ? അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഖിയാമത്തിന്റെ ആ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ, എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടം, ആ കാലഘട്ടത്തിലുള്ള ആളുകൾ സലാം പറയുന്നത് പോലും ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലും പാർട്ടിയുടെ അടിസ്ഥാനത്തിലും പ്രത്യേകമായി മാറുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രല്ല, വേറെ ചില ആളുകൾക്ക് ഒരു പ്രാവശ്യത്തിൽ കൂടി സലാം കേൾക്കണമെന്ന് വെറുപ്പാണ്. ഈ പള്ളിയിൽ ഒരാൾ ഇരുന്ന് നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ അസ്സലാമു അലൈക്കും, അയാൾ വലൈക്കും സലാം മടക്കി. അങ്ങനെ നമ്മൾ വർത്താൻ അതിന് പുറത്തേക്ക് ഒരാവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ സലാമു അലൈക്കും, അയാൾ രണ്ടാമതും മടക്കി. ഇനി മൂന്നാമത്തെ പ്രാവശ്യം എനിക്ക് തന്നെയാണോ പണി, വെറുതെ സലാം പറയലാന്ന് ചോദിക്കും. വെറുതെ സലാം എന്നുവെച്ചാൽ പ്രത്യേക സമയത്ത് മാത്രമേ സലാം പാടുള്ളൂ, പിന്നെ പറയരുത് എന്നുള്ള അവസ്ഥയിലാണ് നമ്മളുള്ളത്. മനസ്സിലായോ? ഈ സലാമിന്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ചില്ല. അള്ളാഹു നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, രക്ഷ നൽകട്ടെ എന്ന് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചാലും മതിയാവുമോ നമുക്ക്? അതിന്റെ അർത്ഥം പഠിച്ചില്ല, അതിന്റെ വിഷയം പഠിച്ചില്ല, ആശയം പഠിച്ചില്ല. അപ്പോ ഇതെല്ലാം പ്രത്യേകമായി കമ്പാർട്ടുവൽക്കരിക്കപ്പെട്ടു. ചില പ്രത്യേകം ആളുകൾക്ക്, ചില ആളുകൾ അസ്സലാമു അലൈക്കും പറഞ്ഞ ഒരു തലങ്ങനെ കൊടക്കലാണ്. ഉദയത്തിന് കൊണ്ടുവച്ച പോത്തുണ്ടാവും ഇങ്ങനെ തലകൊടയിലും. ആ മാതിരി ഒരു തലകൊടയൽ ചില ആളുകൾക്ക് സലാം വേണ്ടാന്നൊരവസ്ഥയിലാണ്. എന്താ? ആ സലാം അത് എന്റെ പാർട്ടിക്കാരനല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ട. വേറെ ചില ആളുകൾ അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. ഇങ്ങനെ ഒരു ആട്ടൽ എവിടെ നിന്ന് കിട്ടി ഈ സാധനം? ആരാ ഇത് പഠിപ്പിച്ചത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് പറഞ്ഞു കൊടുക്കുക. ഇദാ ഹുയ്യിതും ബിതഹിയ്യത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഇദാ ഹുയ്യിതും ബിതഹിയ്യ, നിങ്ങളോട് ഒരു തഹിയ്യത്ത് അഭിസംബോധന ചെയ്താൽ, തഹിയ്യത്തുൽ ഇസ്ലാം അസ്സലാമു അലൈക്കും എന്നതാണ്. അങ്ങനെ നിങ്ങളോട് ഒരാൾ പറഞ്ഞാൽ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ, ഇങ്ങോട്ട് കിട്ടിയതിനേക്കാൾ ഭംഗിയായി അങ്ങോട്ട് മടക്കണേ.
ഔ റുദ്ദൂഹാ, അല്ലെങ്കിൽ അത് മടക്കുകയെങ്കിലും വേണം. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം. ഇങ്ങനെ കിട്ടിയതിനേക്കാൾ ഭംഗിയായി മടക്കണം, അല്ലെങ്കിൽ അത് മടക്കുകയെങ്കിലും വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പക്ഷേ അവസാന കാലഘട്ടം എത്തുന്ന സമയം ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു അവസ്ഥ കൂടിയുണ്ട്. സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളെ, ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ സമൂഹത്തിലേക്ക് കടന്നു വരും. ആ കടന്നു വരുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സന്ദർഭത്തിൽ നിങ്ങൾ ഏറ്റവും നല്ലവരായി നിലനിൽക്കാൻ ശ്രമിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ജനങ്ങളെ കൂട്ടത്തിൽ ഒരു നല്ലവനെ കാണാൻ പറ്റാത്തൊരു കാലമായിരിക്കും ആ കാലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ മഹാഭൂരിപക്ഷവും കള്ളന്മാരായിരിക്കും, മഹാഭൂരിപക്ഷവും ചതിയന്മാരായിരിക്കും, സത്യസന്ധനെന്ന് കരുതുന്നവൻ പോലും കള്ളനായിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, കളവിങ്ങനെ വ്യാപിക്കും. ആളുകളെല്ലാവരും കളവ് പറയും, ബാപ്പയും പറയും, ഉമ്മയും പറയും, മക്കളും പറയും, നാട്ടുകാരും പറയും, ആലിമീങ്ങളും പറയും, ഉമറാക്കളും പറയും, ഉമനാക്കളും പറയും, എല്ലാവരും കള്ളത്തിന്റെ ആളുകളായി മാറും. ഇങ്ങനെ കള്ളന്മാരുടെ കാലഘട്ടമായി അധപ്പതിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ കുറെയൊക്കെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധയോടെ ആ വിഷയത്തിലൊക്കെ വളരെ ഗൗരവതരമായ സമീപനം സ്വീകരിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഞാൻ ഉണർത്തുകയാണ്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന വളരെ ഗൗരവതരമായ വിഷയങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് മനസ്സിലാക്കാം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, പള്ളികളുടെ മുന്നിലൂടെ കടന്നു വന്നിട്ട് പള്ളിയിലൂടെ പോയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി അവിടെ ഇരിക്കാനുള്ള മനസ്സുപോലും ഇല്ലാത്തവരായി മനുഷ്യന്മാർ മാറും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. വലിയ തിരക്കാണ്, പള്ളിയിലൊന്ന് കയറി ഒരു 2 റക്അത്ത് ഇല്ല, അതിനുപോലും സമയം കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഈ ഉമ്മത്തിന്റെ അവസാന കാലം മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വളരെ ഗൗരവതരമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഞാൻ ഇതിൽ ഉൾപ്പെടുമോ ഇല്ലയോ, ഞാൻ ഇതിന്റെ ആളാണോ അല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഗൗരവതരമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തുന്നവരാവണം. വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് വളരെ ശ്രദ്ധയോടെ ഉണർത്തുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞതൊന്നും ആരെയും ആക്ഷേപിക്കാനല്ല, പക്ഷെ വസ്തുതകളായി പറയേണ്ടി വരും. കാര്യത്തെ ഗൗരവതരമായി സമീപിക്കുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല എന്നുകൂടി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ടാണ് നമ്മുടെ കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന നമ്മുടെ സംഘടനയുടെ വളരെ ശക്തമായ ഒരു പ്രവർത്തനമാണ്. പിന്നെ കേരളത്തിലുള്ള പുറത്തുമുള്ള പല പള്ളികളുടെയും സഹായം, അതിൻ്റെ പുനരുദ്ധാനവും അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കുമൊക്കെയുള്ള വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് കേന്ദ്ര പള്ളി ഫണ്ട് ആ സ്വതക്കയിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിനോട് നന്നായി സഹകരിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്ന ആളുകൾക്ക് അല്ലാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളുമായി ബന്ധപ്പെടുന്നവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم دمر أعداءنا وأعداء الدين بما شئت وكيف شئت يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.